അഖണ്ഡ ജ്യോതി ദീപക് പ്രജ്വലിപ്പിക്കുന്നതിലൂടെ വന്ദനീയ മാതാജിയും ഗുരുദേവനും എന്താണ് ആധ്യാത്മികമായി ഉദ്ദേശിക്കുന്നത്? തകരുന്ന ബന്ധങ്ങൾ, ചിതറിയോടുന്ന മനുഷ്യർ, വെളിച്ചം കുറഞ്ഞ ജീവിത വഴികൾ, നിരാശ പൂണ്ട ആത്മഭാവനകൾ, ഈ അന്ധകാരത്തെയൊക്കെ തൂത്തെറിയാൻ ഏതു പ്രകാശമാണോ ആവശ്യമുള്ളത്, അതിൻ്റെ പ്രതീകവും പ്രമാണവും പ്രതിനിധിയുമാണ് അഖണ്ഡ ജ്യോതി. വന്ദനീയ മാതാജിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ടോ? വന്ദനീയ മാതാജിയുടെ ജീവിതയാത്ര മുഴുവനായും തന്നെ കഠിനവും കഷ്ടതകൾ നിറഞ്ഞതുമാണ്. ഇന്നത്തെ ലോകം കഷ്ടതകൾ നേരിടാൻ വന്ദനീയ മാതാജിയുടെ ജീവിതത്തിൽ നിന്നും എന്താണ് പഠിക്കേണ്ടത്? നിങ്ങളെ കൊത്തി മിനുക്കി രൂപപ്പെടുത്താനായി എത്തുന്ന ഭഗവാന്റെ ചുറ്റികയാണ് ദുഃഖം. യുവജനങ്ങളുടെ ഉന്നമനത്തിനായി ഗായത്രി പരിവാർ എന്തൊക്കെയാണ് ശതാബ്ദി സമാരോഹത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നത്? വന്ദനീയ മാതാജിയുടെ 100ാം പിറന്നാൾ, അഖണ്ഡ ജ്യോതിയുടെ പ്രോജ്വലനത്തിൻ്റെ 100ാം വാർഷികം. ഗുരുദേവൻ സാധന ആരംഭിച്ചിട്ട് 100 വർഷം തികയുന്നു. ഗുരുദേവൻ പറഞ്ഞ 4 കാര്യങ്ങൾ: ഏകത, സമത്വം, ശുചിത്വം, മമത. ഈ 4 കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ഗായത്രി പരിവാറിൻ്റെ അംഗങ്ങളാണ്. ഇവിടെ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും അവരുടെ വ്യക്തിത്വ സ്വഭാവ വികസനത്തിനായി എന്തൊക്കെ പ്രത്യേക പാഠ്യപദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ജീവിതത്തിൽ സാക്ഷരത എല്ലാവരും നൽകുന്നുണ്ടാവും, പക്ഷേ ജീവിതത്തെ സ്വാർത്ഥകമാക്കുന്നത് ആരാണ്? സാവിദ്യായ വിമുക്തയെ നമ്മുടെ ജീവിതത്തിൽ ഉയരാനും മുന്നോട്ട് പോകാനുമുള്ള വഴി കാണിക്കുന്നത് എന്താണോ അതാണ് വിദ്യ. ശിക്ഷണത്തോടൊപ്പം വിദ്യയും എന്നാണ് ഗുരുദേവനും മാതാജിയും പറഞ്ഞത്. അത്തരം വിദ്യ നേടിയെടുക്കാനുള്ള കേന്ദ്രമാണ് ദേവ് സംസ്കൃതി വിശ്വവിദ്യാലയ.